നമസ്കാരം. അമേരിക്കയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്നത് തുടരുകയാണ്. ഇതോടെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഇതിനിടയിലാണ് തീരുവ ചുമത്തുന്ന തീരുമാനത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും അടക്കമുള്ളവയെ ട്രംപ് ഭരണകൂടം ഒഴിവാക്കിയത്. കമ്പ്യൂട്ടറുകൾ അടക്കമുള്ളവയുടെ വില കുത്തനെ ഉയരുന്നത് US ടെക് കമ്പനികളെ ബാധിക്കുമെന്ന ആശങ്കയാണ് തീരുമാനത്തിന് പിന്നിലെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കൂടുതലും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉപകരണങ്ങളാണ് ടെക് കമ്പനികൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് എന്ന കാര്യം പരിഗണിച്ചായിരുന്നു തീരുമാനമെന്നും അധികൃതർ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ പറഞ്ഞ വാക്കിൽ നിന്നും യു-ടേൺ അടിച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. സ്മാർട്ട് ഫോണുകൾക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും ചുങ്കം പിൻവലിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ തീരുവ യുദ്ധത്തിൽ പിന്നെയും മലക്കമറിയുകയാണ് ട്രംപ്. അതുപോലെ ചൈനയ്ക്ക് സമ്പൂർണ്ണ ഇളവില്ലെന്നും പ്രഖ്യാപിച്ചു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും ചുങ്കം പിൻവലിക്കുന്നതുമായ കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നുവെന്നും താരിഫുകളിൽ ഇളവുകൾ ഇനി ഉണ്ടാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതോടെ വിപണിയിൽ വീണ്ടും ചാഞ്ചാട്ടം തുടരുകയാണ്. മാത്രമല്ല, തീരുവ യുദ്ധത്തിൽ ആപ്പിളിലും പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. ട്രംപിന്റെ നിലവിലെ വ്യവസായ കേന്ദ്രീകൃത താരിഫുകൾ 25%. എന്നാൽ സെമി കണ്ടക്ടറുകൾ, ചിപ്പ് നിർമ്മാണ ഉപകരണങ്ങൾ, മറ്റ് ഇലക്ട്രോണിക്സ് എന്നിവയ്ക്ക് ആത്യന്തികമായി എന്ത് നിരക്ക് നേരിടേണ്ടി വരുമെന്ന് വ്യക്തമല്ല. അതുപോലെ ഐഫോൺ ഉൽപ്പാദനം US മാറ്റുന്നത് സാമ്പത്തികമായി ഒരു വലിയ കടമ്പയാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ബാങ്ക് ഓഫ് അമേരിക്ക സെക്യൂരിറ്റീസ് അനലിസ്റ്റ് വാംസി മോഹൻ മുമ്പ് കണക്കാക്കിയിരുന്നത് ഐഫോൺ 16 Pro Max ആഭ്യന്തരമായി നിർമ്മിക്കുന്നത് അതിന്റെ വില 91% വർദ്ധിപ്പിക്കണമെന്നായിരുന്നു. $1199 നിന്ന് ഏകദേശം $2300 ഉയരുമെന്നും ആയിരുന്നു. അതേസമയം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്കാണ് ട്രംപ് ഭരണകൂടം ഏറ്റവും ഉയർന്ന തീരുവ ചുമത്താൻ നിശ്ചയിച്ചിരുന്നത്. ഉയർന്ന തീരുവയിൽ നിന്ന് ഒഴിവാക്കുന്നവയുടെ പട്ടിക വെള്ളിയാഴ്ച വൈകിയാണ് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പെട്രോൾ പുറത്തിറക്കിയത്. ട്രംപിന്റെ ഉയർന്ന തീരുവ മൂലം സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ആപ്പിളും സാംസങ്ങും അടക്കമുള്ളവ നേരിടുന്ന പ്രതിസന്ധി സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഐഫോണിന്റെ ഏറ്റവും വലിയ വിപണി US ആണ്. ആപ്പിൾ നിർമ്മിക്കുന്ന ഐഫോണുകളിൽ പകുതിയും വിറ്റഴിക്കുന്നത് അവിടെയാണ്. എന്നാൽ അമേരിക്കയിൽ വിറ്റഴിക്കാനുള്ള ഐഫോണുകളിൽ 80% നിർമ്മിക്കപ്പെടുന്നത് ചൈനയിലാണ്. അവശേഷിക്കുന്ന 20% ഇന്ത്യയിലും. ഉയർന്ന തീരുവ പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ ആപ്പിളും സാംസങ്ങും അടക്കമുള്ളവ സ്മാർട്ട് ഫോണുകളുടെയും അനുബന്ധ ഘടകങ്ങളുടെയും നിർമ്മാണം ചൈനയിൽ നിന്ന് മാറ്റുന്നതിനുള്ള ആലോചനകൾ തുടങ്ങിയിരുന്നു. ചൈനയ്ക്ക് പുറമെ ഇന്ത്യയും വിയറ്റ്നാമുമാണ് ആപ്പിളിന്റെയും സാംസങ്ങിന്റെയും നിർമ്മാണ ഹബ്ബുകൾ. ഉയർന്ന തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആപ്പിൾ ഇന്ത്യയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് മൊബൈൽ ഫോണുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും താരിഫിനെ കുറിച്ചുള്ള നിലപാടിൽ ട്രംപ് മലക്കം മറിഞ്ഞിരിക്കുന്നതും. സ്മാർട്ട് ഫോണുകൾക്കും ലാപ്ടോപ്പുകൾക്കും പുറമെ ഹാൻഡ് ഡ്രൈവുകൾ, പ്രോസസ്സറുകൾ, മെമ്മറി ചിപ്പുകൾ തുടങ്ങിയവയാണ് ഉയർന്ന തീരുവയിൽ നിന്നും ഒഴിവാക്കിയിരുന്നത്. ഇവ അമേരിക്കയിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നില്ല. ആഭ്യന്തര ഉൽപ്പാദനം സാധ്യമാക്കാൻ ദീർഘകാലമോ ഒരുപക്ഷെ വർഷങ്ങളോ വേണ്ടി വന്നേക്കാം എന്ന സാഹചര്യത്തിലാണ് തീരുവയിൽ നിന്ന് ഒഴിവാക്കൽ എന്നായിരുന്നു പുറത്തുവന്ന വിവരങ്ങൾ. അമേരിക്കൻ ഇറക്കുമതിക്ക് 125% പ്രതികാര തീരുവയാണ് ചൈന ഏർപ്പെടുത്തിയത്. എന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ 145% തീരുവയാണ്. അതേസമയം ട്രംപിന്റെ താരിഫ് ഭീഷണികളെ വെറും തമാശയെന്ന് വിശേഷിപ്പിച്ച ചൈന ലോക വ്യാപാര സംഘടനയിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. US തീരുവകളോട് ഇനി കൂടുതൽ പ്രതികരിക്കില്ലെന്നും ചൈന പറഞ്ഞിരുന്നു. അതേസമയം അമേരിക്കയുടെ താരിഫുകൾ മുഴുവൻ ലോകത്തിന് എതിരാണെന്നും ചൈന വ്യക്തമാക്കിയിരുന്നു. ചട്ടങ്ങളിൽ അധിഷ്ഠിതമായ ബഹുമുഖ വാണിജ്യ സംവിധാനത്തിന് ഗുരുതര തകരാറുണ്ടാക്കുന്നതാണ് ഈ താരിഫുകളെന്നും വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. തങ്ങൾക്ക് മേൽ ഉയർന്ന താരിഫ് ചുമത്തിയ ട്രംപിന്റെ നടപടി നോക്കിയിരിക്കില്ലെന്നും ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയുടെ നടപടി ജനങ്ങളുടെ പിന്തുണ ആർജിച്ചല്ലെന്നും അത് പരാജയപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ ചർച്ചയ്ക്കുള്ള വാതിലുകൾ എല്ലായ്പ്പോഴും തുറന്നു കിടക്കുകയാണെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം വക്താവ് ഹിയോങ് ക്യുവാൻ പറഞ്ഞു. എന്നാൽ ചർച്ചകൾ പരസ്പര ബഹുമാനത്തിന്റെയും തുല്യതയുടെയും അടിസ്ഥാനത്തിലായിരിക്കണം. സമ്മർദ്ദം, മുന്നറിയിപ്പുകൾ, ഭീഷണി തുടങ്ങിയവയൊന്നും ചൈനയുമായി ഇടപെടുന്നതിനുള്ള ശരിയായ മാർഗ്ഗങ്ങളല്ലെന്ന് ഹിയോങ് ക്യുവാൻ പറഞ്ഞു. വാണിജ്യ യുദ്ധത്തിനായി US പഠിക്കുകയാണെങ്കിൽ ചൈനയും അതേ നിലപാട് സ്വീകരിക്കുമെന്നും ഹിയോങ് ക്യുവാൻ കൂട്ടിച്ചേർത്തിരുന്നു.